വെൽക്കം ടു O3 മാത്സ്. ഇറ്റ്സ് മീ നബീൽ. പ്ലസ് ടു മാത്സിൽ നമ്മുടെ ഏഴാമത്തെ നമ്മളെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ചാപ്റ്ററാണ് ഇൻ്റഗ്രൽസ്. ഡിഫറൻസിയേഷനും അതിൻ്റെ അപ്ലിക്കേഷനും കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാവുന്ന ഒരു മനോഹരമായിട്ടുള്ള ചാപ്റ്ററാണ് ഇൻ്റഗ്രൽസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇൻ്റഗ്രൽസ് എന്ന് പറയുമ്പോൾ ഏകദേശം 10 എക്സസൈസുകളിലായിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ആകെ വരുന്നത് 10 എക്സസൈസുകളാണ്. 10 എക്സസൈസുകൾ പ്ലസ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലസ് മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഈ 3 കാറ്റഗറിയിൽ കൂടി നമുക്ക് ടോട്ടൽ 300ഓളം പ്രോബ്ലംസ്, എത്ര പ്രോബ്ലംസ്? 300ഓളം പ്രോബ്ലംസ് അടങ്ങിയിട്ടുള്ള ഹയർ സെക്കൻഡറിയിലെ ഏറ്റവും വലിയ ചാപ്റ്റർ അതാണ് ഇൻ്റഗ്രൽസ്. ഈ 300 പ്രോബ്ലം ഒരാൾ എക്സാമിൻ്റെ മുന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഇൻ്റഗ്രേഷൻ എന്നല്ല മാത്സിലെ ഏത് ചാപ്റ്ററും വളരെ സിമ്പിളായിട്ട് നല്ല മാർക്കോട് കൂടി സ്കോർ ചെയ്യാൻ കഴിയും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ജീവിതകാലം എത്ര കഴിഞ്ഞാലും പ്ലസ് ടു സയൻസ് കഴിഞ്ഞ ഒരാൾ മറക്കാൻ ഇടയില്ലാത്ത ഒരു ചാപ്റ്ററും കൂടിയാണ് ഇത് ഇൻ്റഗ്രൽസ് എന്നുള്ളത്. ഓക്കെ, എന്തിനാണ് ഇൻ്റഗ്രൽസിന് ഇത്രയൊക്കെ മാസ് എൻട്രി അല്ലേ? അത് മാസ് അതന്നെയാണ് ഇൻ്റഗ്രേഷൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം മക്കളെ. ഞാൻ ഈ ഒരു 300 പ്രോബ്ലംസിനെ നിങ്ങൾക്കായിട്ട് ഒരുപാട് കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട്. ഈ ഓരോ കാറ്റഗറിയിലും നിശ്ചിത എണ്ണം പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങൾ ഓരോ ദിവസവും 1-2 കാറ്റഗറിയും അതിലുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്തു കഴിഞ്ഞാൽ എക്സാമിന് മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്റർ വലിയൊരു ബാധ്യത ആവാത്ത രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് തീർക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ പഠിക്കാം? ഇതിന് വേറെ ഷോർട്ട് കട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് എന്ത് ചെയ്യുക, ചെയ്ത് പ്രോബ്ലംസ് ഓരോന്ന് പിക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. ആ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇൻ്റഗ്രേഷനെ നമുക്ക് മെരുക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഓക്കെ, ഇൻ്റഗ്രൽസ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ടോട്ടൽ ഇത്രയും കാറ്റഗറീസ് ആണുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്റ്റീവ് പാർട്സ്, എന്താണ് ഇൻ്റഗ്രേഷൻ, എങ്ങനെയാണ് ഇൻ്റഗ്രേഷനും ഡിഫറൻസിയേഷനും തമ്മിലുള്ള മാറ്റം എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. ഇനി നമ്മൾ ഒന്നാമത്തെ ടൈപ്പ് അല്ലെങ്കിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് യൂസിങ് ഫോർമുല. നമുക്ക് ഒരുപാട് ഫോർമുല പഠിക്കേണ്ടത്. നമ്മളിപ്പോൾ ഡിഫറൻസിയേഷനൊക്കെ കഴിഞ്ഞ് വരികയാണ്, അതിൻ്റെ അപ്ലിക്കേഷനും ചെയ്തു. ഡെറിവേറ്റീവ് ഓഫ് ഓരോ ഫംഗ്ഷനും ഓരോ ടൈപ്പിൻ്റെയും ഡെറിവേറ്റീവ് എങ്ങനെ, ട്രിഗണോമെട്രിക്കിൻ്റെ എങ്ങനെ, ഇൻവേഴ്സിൻ്റെ എങ്ങനെ, അതുപോലെ തന്നെ ലീനിയർ ഫംഗ്ഷൻ, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ, ഇതൊക്കെ എങ്ങനെ വരിക, കോൺസ്റ്റന്റ് എന്താണ്, ലോഗ് എന്താണ്, മോഡ് എന്താണ്, ഇതിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതുപോലുള്ള ഒരുപാട് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, അതിൻ്റെയൊക്കെ ഇൻ്റഗ്രൽ എന്താണെന്ന് അടങ്ങിയിട്ടുള്ള വലിയൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല നിങ്ങൾ അതുപോലെ തന്നെ ബൈഹാർട്ട് ചെയ്യുക. അത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ, ചെറുതല്ല വലിയൊരു കൺഫ്യൂഷൻ. എന്താണ്? ഡിഫറൻസിയേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഫോർമുലയും ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ബൈഹാർട്ട് ചെയ്യുക. കാരണം അത് എക്സാമിന് നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യനും ഉണ്ടാവും, ഡിഫറൻസ് ചെയ്യുക. അപ്പോൾ ഇത് തമ്മിൽ മാറാൻ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമുക്കിവിടെ ചെയ്യാനുള്ള യൂസിങ് സിമ്പിൾ ഫോർമുലാസ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ബാക്കിയുള്ള കാറ്റഗറീസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടൈപ്പാണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അതിന് ഞാൻ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്പ്ലിറ്റിംഗ് വരുത്തിയിട്ടുണ്ട്. അതായത് അതിലുള്ള ഒന്നാമത്താണ് എക്സ് റൈസ് ടു എൻ എന്നുള്ള ഒരു കാറ്റഗറി, രണ്ടാമത്താണ് ലോഗ് എക്സ് വരുന്ന ടൈപ്പ്, ഇ റൈസ് ടു എക്സ് വരുന്നത്. ട്രിഗണോമെട്രി 3 ടൈപ്പ് ഉണ്ട്. ട്രിഗണോമെട്രി 3ആയിട്ട് ഞാൻ തരം തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തതാണ് ട്രിഗണോമെട്രിൻ്റെ നോർമൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 അല്ലേ? അതിൻ്റെ ഒരു 2-3 ടൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള നോർമൽ ഫോം. ഇനി ട്രിഗണോമെട്രി ഇൻവേഴ്സ് വരുന്നത് അല്ലേ, സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ് വരുമ്പോൾ അതിൽ നമുക്ക് എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു മിനി കാറ്റഗറി. അടുത്തത് ഒരു സൈക്കോ കാറ്റഗറി ആണെന്ന് പറയാം. ഏത്? നമ്മൾ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ്. പ്ലസ് 1 നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ച ആ ഒരു 10, 30, 36 ഐഡൻറ്റിറ്റീസ് ഉണ്ടല്ലോ, അതെല്ലാം നമുക്കിവിടെ ആവശ്യമുണ്ട് അല്ലേ? നമ്മൾ ഡിഫറൻസിയേഷനിലും ഒരുപാട് പ്രോബ്ലംസ് ഈ ഒരു ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഇൻ്റഗ്രേഷൻ ഐഡൻറ്റിറ്റീസ്, ട്രിഗണോമെട്രിൻ്റെ ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളത്. അതിനെന്ത് വേണം, നമുക്ക് ഓരോ ഐഡൻറ്റിറ്റിയും സൈൻ എ പ്ലസ് ബി എന്താണ്, സൈൻ എ സൈൻ ബി, അങ്ങനെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പാണ് ഇൻ്റഗ്രൽ സം പർട്ടിക്കുലർ ഫങ്ഷൻസ്. ഓക്കെ, ഇൻ്റഗ്രൽ സം പർട്ടിക്കുലർ ഫങ്ഷൻസിൽ നമുക്ക് അവിടെ കവർ ചെയ്യാനുള്ളത് ഏകദേശം 1 to 9 ഫോർമുലാസ് ആണ്. 9ഓളം ഫോർമുലാസ് ഉണ്ട്. ഓക്കെ, അത് ഓരോ ടൈപ്പും അത് എന്താണ് അതിലുള്ള മാറ്റം എന്നുള്ളത് ഫോർമുല നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം.
പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്ന അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന അത് കമ്പൈൻ ചെയ്ത് വരുന്ന 2 ടൈപ്പ് മെത്തേഡ്. ഓക്കെ, 2 മെത്തേഡുകളുണ്ട്, മെത്തേഡ് 1 ആൻഡ് 2. ഓക്കെ, അപ്പോൾ ഈ 9 ഫോർമുലയും ആ 2 മെത്തേഡും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. അടുത്ത ഒരു മോഡലാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൽ 5 ടൈപ്പ് വരുന്നുണ്ട്. ടൈപ്സ് 1 to 5, 5 ടൈപ്പിൽ വരുന്ന പ്രോബ്ലംസ്. ഓക്കെ, ഇനി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറൻഷിയേഷനിൽ UV പഠിച്ചല്ലോ അല്ലേ, അതായത് പ്രൊഡക്റ്റ് റൂൾ. അപ്പോൾ ആ പ്രൊഡക്റ്റ് റൂളിന് സമാനമായിട്ട് ഇൻ്റഗ്രേഷനിൽ വരുന്ന ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്നുള്ളത്. ഓക്കെ, അതിൽ സ്ഥിരമായിട്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഓരോന്നും എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവാം. ഇനി അടുത്ത ഒരു ചെറിയൊരു ടോപ്പിക്കാണ്, ഒരു മിനി കാറ്റഗറിയാണ്. e⁻x വരുന്ന ഒരു സ്പെഷ്യൽ ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ആ ഇക്വേഷൻ അതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ അടുത്തൊരു കാറ്റഗറിയാണ്. ഇപ്പോൾ ഇത്രയും പറഞ്ഞത് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നുള്ളതാണ്, എന്നുള്ള ഒരു മെയിൻ കാറ്റഗറിയിൽ ഉൾപ്പെട്ടതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒക്കെ ഡെഫിനിറ്റ് ലിമിറ്റ് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഇതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ തന്നെയാണ് ആരൊക്കെ വരുന്നത്, ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ ചെയ്യാനുണ്ട്. അതിൻ്റെയൊക്കെ അവസാനത്തെ ഒരു സ്റ്റെപ്പിൽ മാത്രമേ മാറ്റുള്ളൂ. പിന്നെ പാർഷ്യൽ ഫ്രാക്ഷനിൽ ചെയ്യാനുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷനിൽ ചെയ്യാനുണ്ട്. ഇതിൻ്റെയൊക്കെ ഡെഫിനിറ്റിൽ വരുന്ന ഓരോ നിശ്ചിത എണ്ണം പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്ന നമുക്കൊരു 0 to 7 വരുന്ന 8ഓളം പ്രോപ്പർട്ടീസ് ഉണ്ട്, പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ. ഇതിൽ നിന്നാണ് നമ്മുടെ ഡെഫിനിറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ആ 8 പ്രോപ്പർട്ടിയും അതിൻ്റെ എക്സ്പാൻഷനും എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത്തരം പ്രോബ്ലംസ് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത് ഒരുപാടുണ്ട്. ഇത് നമ്മൾ വളരെ അധികം എഫേർട്ട് എടുത്ത് ഓരോ ദിവസവും നിശ്ചിത എണ്ണം പ്രോബ്ലം നമ്മൾ ടാർഗറ്റ് ചെയ്ത്, നിശ്ചിത എണ്ണം ടോപ്പിക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് എന്താവുള്ളൂ, ഇൻ്റഗ്രേഷൻ എന്നുള്ള ആളെ നമുക്ക് മെരുക്കിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഈ ക്ലാസ്സിന് ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഇൻ്റഗ്രേഷൻ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ എന്താണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും, ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ ആണ്. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ളത് നമ്മൾ എവിടെ പഠിച്ചു, നമ്മൾ ഡിഫറൻസിയേഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്കറിയാം f(x) എന്നുള്ളൊരു ഫംഗ്ഷൻ, f(x) എന്നുള്ളൊരു ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് f'(x), അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, d/dx ഓഫ് f(x) അല്ലേ. ഈ d/dx അല്ലെങ്കിൽ f'(x) ഇതിനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയാം, ഡെറിവേറ്റീവ് എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് വരുന്ന സാധനമാണ് എന്ത്, ഡെറിവേറ്റീവ് ഓഫ് f(x) എന്ന്. ഇവിടെ നമുക്ക് കിട്ടുന്ന ആളെ നമുക്ക് എന്ത് പറയാം, ഡെറിവേറ്റീവ് ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ അല്ലേ, നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആദ്യം ഒരു ഫംഗ്ഷൻ തന്നു, ആ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആളാണ് ഒരു ഡെറിവേറ്റീവ് എന്നുള്ളത്. ഈ ഡെറിവേറ്റീവ് എന്നുള്ള ഈ ഒരു ഫംഗ്ഷനെ, ഈ ഡെറിവേറ്റീവിനെ അല്ലേ, അതൊരു ഫംഗ്ഷൻ തന്നെയാണല്ലോ, ആ ഡെറിവേറ്റീവിനെ എഗെയിൻ ആൻറ്റി ഡിഫറൻസിയേഷൻ ചെയ്തു. എന്താണ് ചെയ്തത്, ആൻറ്റി ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആള് നമുക്ക് എന്ത് പറയാം, ഫംഗ്ഷനാണ്, അതിനെ നമുക്ക് എന്ത് പറയാം, സ്പെസിഫിക് ആയിട്ട് നമുക്ക് അതിന് എന്ത് പറയാം, ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയാം അല്ലേ. നമുക്ക് അങ്ങനെ ചെയ്ത് കിട്ടുന്ന ആളെ നമുക്ക് എന്ത് പറയാം, ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഡെറിവേറ്റീവ് കിട്ടും. ആ ഡെറിവേറ്റീവിന് അഗെയിൻ ആൻറ്റി ഡിഫറൻസിയേഷൻ പറഞ്ഞാൽ ആ ഫംഗ്ഷൻ ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു ആൻറ്റി ഡിഫറൻസിയേഷനെ നമുക്ക് ഇവിടെ സിമ്പിളായിട്ട് വിളിക്കാവുന്ന ഒരു കോൺസെപ്റ്റാണ് എന്ത്, ഇൻ്റഗ്രേഷൻ എന്നുള്ളത്. ഓക്കെ, ഈ ആൻറ്റി ഡിഫറൻസിയേഷനാണ് നമ്മൾ എന്ത് പറയുക, ഇൻ്റഗ്രേഷൻ എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദി ഏതിൻ്റെ, ഡിഫറൻസിയേഷൻ്റെ ഓപ്പോസിറ്റാണ് ഇൻ്റഗ്രേഷൻ എന്നുള്ളത്. ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്ന ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എന്ത് പറയാം, ഇൻ്റഗ്രൽ എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതാണ് നമ്മളിവിടെ പറഞ്ഞത്, ഇൻ്റഗ്രേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ഫൈൻഡിങ് ആൻറ്റി ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് ഡിഫറൻസിയേഷൻ ഓഫ് ദി ഫംഗ്ഷൻ ഇഫ് d/dx ഓഫ് f(x)നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ f(x) കിട്ടും. ഇൻ്റഗ്രലിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാതാ, ഈ ഒരു രീതിയിൽ ഇതാണ് ഇൻ്റഗ്രൽ f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മളവിടെ
അതിൻ്റെ കൂടെ ആരെയും കൂടി എഴുതും, ഒരു ഡി എക്സും കൂടി എഴുതും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആളെ നമുക്ക് എന്ത് പറയാം, ഇൻ്റഗ്രൽ ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയാം. പ്ലസ് സി എന്നുള്ള ഒരാളെ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് അല്ലേ. ആ സീനെ നമുക്ക് പറയുന്ന പേരാണ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നുള്ളത്. എന്താണ് കോൺസ്റ്റന്റ് എന്നുള്ളതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇവിടെ നോക്കാം. ഇവിടെ ഞാൻ വൈ കോൺസ്റ്റന്റ്, എന്തിനാണ് നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കോൺസ്റ്റന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡീഷണൽ പാർട്ടോ ടേമോ നമ്മളൊന്നും അവിടെ അപ്ലൈ ചെയ്യാറില്ല, ഇല്ലേ, അവിടെ ചേർക്കാറില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറിൻ്റെ കൂടെ ഒരു പ്ലസ് സി എന്നുള്ളത് ചേർക്കും. അതിൻ്റെ കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളെവിടെ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ഒരു പ്ലസ് സി എന്നുള്ളത്, പ്ലസ് സി പോസിറ്റീവ് സി എന്നുള്ളത് മാത്രം അത് അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അത് പിന്നെ ആർക്കും ഒന്നും ഉണ്ടാവില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, നമുക്കൊരു ബുദ്ധിമുട്ടില്ല, നമ്മൾ ആൻസർ പേപ്പർ നോക്കണ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ അതിന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് പോയാൽ മതി. എന്താണ് കോൺസ്റ്റന്റിന്റെ കോൺസെപ്റ്റ്? എന്താ, ഡിഫറൻസിയേഷൻ ഓഫ് എനി കോൺസ്റ്റന്റ് ഈസ് സീറോ, മൾട്ടിപ്പിൾ ഫംഗ്ഷൻ ക്യാൻ ഹാവ് സെയിം ഡെറിവേറ്റീവ്. അതായത് ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഒരു എക്സാമ്പിൾ നോക്ക്. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3 എന്നുള്ളൊരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, അതായത് അതിനെ നമുക്ക് എങ്ങനെ ചെയ്തതാണ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 2x ആണ് അല്ലേ. ഓക്കെ, പ്ലസ് 3ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്. അപ്പോൾ ആൻസർ എന്താണ്, 2x ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ് സ്ക്വയർ മൈനസ് 5. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 5 എന്താ, നമ്മളിവിടെ ചെയ്ത പോലെ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ 2x എന്ന് കിട്ടും, മൈനസ് 5ൻ്റെത് 0 എന്ന് വരിക. അതും ഡെറിവേറ്റീവ് എന്താണ്, 2x ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഈ ഒരു ഡെറിവേറ്റീവിൻ്റെ ആൻറ്റി ഡിഫറൻസിയേഷൻ ആണ് എന്ത് പറഞ്ഞാൽ ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിനെ നമുക്കൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആരെ, ഈ 2xനെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്തപ്പോൾ നമുക്ക് അവിടെ എന്താണ് കിട്ടിയത്, 2x ആണ് ആൻസർ കിട്ടിയത്. അങ്ങനെയെങ്കിൽ ഈ 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 3 ആണോ എക്സ് സ്ക്വയർ മൈനസ് 5 ആണോ ആൻസർ കിട്ടുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഇൻ്റഗ്രൽ ഓഫ് 2x ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എക്സ് സ്ക്വയർ ആണ് നമുക്കവിടെ അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്ക് അവിടെ ഏത് പ്ലസ് 3 വരാനുള്ള ചാൻസ് ഉണ്ട്, ഏത് ഒരു കോൺസ്റ്റന്റ് ടേമും അവിടെ നമുക്ക് അതിൻ്റെ കൂടെ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇത് നമുക്ക് ആൻറ്റി ഡെറിവേറ്റീവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ തിരിച്ച് ഡെറിവേറ്റീവ് ചെയ്യുമ്പോഴും അത് കറക്റ്റായിട്ട് വരികയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ സി എന്നുള്ള ഈ ഒരു ടേമിനെ നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഏതൊരു പാർട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ലാസ്റ്റ് സിമ്പിളായിട്ട് ടേം എന്ത് ചെയ്യുക, ഒരു പ്ലസ് സി എന്നുള്ളൊരു ടേം നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻ്റഗ്രേഷൻ. ഇനി നമുക്ക് ഓരോ ഫംഗ്ഷൻ്റെയും ഓരോ ടൈപ്പ് ഫംഗ്ഷൻ്റെയും ഇൻ്റഗ്രൽസ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നിർബന്ധമായിട്ട് നമ്മുടെ ടെക്സ്റ്റിലൊക്കെ വളരെ വ്യക്തമാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാ ക്ലാസ്സിലും നമ്മളെ ടീച്ചേഴ്സ് നമുക്ക് എഴുതി തന്നിട്ടുണ്ടാവും. നിർബന്ധമായിട്ട് അതിന് വേറെ ഷോർട്ട് കട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, അത് അതുപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, അതേ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, നേരെ തിരിച്ച് വരുമ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, ആ ഒരു രീതിയിൽ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു കൺഫ്യൂഷൻ ഇല്ലാതെ വലിയൊരു ഭാരമാവാതെ എന്ത് ചെയ്യുക, നമുക്ക് ഈസി ആയിട്ട് അത് നമുക്ക് അതിനെ ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് റൈസ് ടു എൻ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എൻ ആണ്. അത് അങ്ങനെ പറയാനുള്ള കാരണം നമുക്ക് അതിൻ്റെ ഇൻ്റഗ്രൽ മനസ്സിലാക്കാനാണ്. ഡെറിവേറ്റീവ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഈക്വൽ ടു എന്താ വരിക, എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. അതായത് നമ്മൾ സാധാരണ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 2x ആണ് കിട്ടുക. എക്സിൻ്റെ പവർ കുറഞ്ഞു പോകും അല്ലേ. മറ്റൊരു എക്സാമ്പിൾ നോക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 4 എന്താ, ഈ 4 ഫ്രണ്ടിൽ വന്ന് എക്സിൻ്റെ പവർ ഒന്ന് കുറഞ്ഞു അല്ലേ, അപ്പോൾ ക്യൂബായി, 4x ക്യൂബായി. നേരെ തിരിച്ച് ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ പവർ ഒന്ന് കൂടും. ഇവിടെ മുകളിലെ ഡിഫറൻസിയേഷൻ നമ്മൾ ചെയ്ത സമയത്ത് പവർ ഒന്ന് കുറഞ്ഞും ചെയ്തു, പിന്നെ അവിടെയുള്ള ടേം മൾട്ടിപ്ലിക്കേഷനാണ് വന്നത്. ഇവിടെ പവർ ഒന്ന് കൂടും, ഇൻ്റഗ്രേഷനിൽ പവർ ഒന്ന് കൂടുതലാണ് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രേഷനിൽ പവർ ഒന്ന് കൂടും, എക്സ് ഉള്ളത് എക്സ് സ്ക്വയർ ആവും. അവിടെ മൾട്ടിപ്ലിക്കേഷൻ വന്നത് ഇവിടെ എന്താവും, ബൈ ഡിവൈഡഡ് ബൈ എന്നാവും. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. ഇപ്പോൾ സപ്പോസ് എക്സ് റേസ് ടു 4 ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 4 ഡി എക്സ് ആണെങ്കിലോ എക്സിൻ്റെ പവർ ഒന്ന് കൂടും, അതാണ് ഇവിടെ പ്ലസ് സി മാർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ എക്സിൻ്റെ പവർ ഒന്ന് കൂടും, അപ്പോൾ എന്ത് വരും, എക്സ് റേസ് ടു 5 ഡിവൈഡഡ് ബൈ എന്ത് വരും, 5 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇൻ്റഗ്രലും ഡിഫറൻസിയേഷനും എക്സിൻ്റെ പവർ ടേം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. ഇനി കോൺസ്റ്റൻ്റ് ആണെങ്കിലോ ഇൻ്റഗ്രൽ ഓഫ് നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ്
d/dx(4) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഏത് കോൺസ്റ്റന്റ് ടേമിന്റെ ഡെറിവേറ്റീവ് 0 ആണ് അല്ലേ. ഇനി ഇന്റഗ്രൽ(4) എന്താ, ഇന്റഗ്രൽ(4) എന്നുള്ള ഭാഗത്ത് ഇവിടെ ആക്ച്വലി എക്സ് എന്നുള്ള ടേമിന്റെ പവർ എന്താ, ഇവിടെ എക്സിന്റെ പവർ 0 ആണ് അല്ലേ. എക്സിന്റെ പവർ 0 പറഞ്ഞാൽ അപ്പോൾ ഫുൾ ടേം 0 ഒരിക്കലും. എക്സിന്റെ പവർ 0 പറഞ്ഞാൽ അവിടെ ഒരു 1 ഹൈഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. എക്സ് റേസ് ടു എനി ടേം റേസ് ടു പവർ എനി ടേം റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, 1 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇന്റഗ്രലിൽ 4ന്റെ ഇന്റഗ്രലിൽ എന്താണ് വരിക, ഇവിടെ വരുമ്പോൾ 4 കോൺസ്റ്റന്റ് ആണ്, എക്സിന്റെ പവർ 0 + 1, അപ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ 1 എന്ന് വരും, അതായത് 4x + c എന്ന് വരും. ഓക്കെ, ഇതാണ് ആ ഒരു കാറ്റഗറിയിൽ ഇത് രണ്ടും തമ്മിലുള്ള മാറ്റങ്ങൾ. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത് പറഞ്ഞത്. d/dx ഓഫ് എക്സ് എന്താണ്, 1 ആണ്. d/dx ഓഫ് ഇന്റഗ്രൽ ഓഫ് ഓക്കെ, അതവിടെ ഒരു ഇത് കൊടുത്തതാണ്. ഇന്റഗ്രൽ ഓഫ് dx എന്ന് പറയുമ്പോൾ ഇവിടെ കോൺസ്റ്റന്റ് എന്താണ്, 1 ആണ് അല്ലേ, 1 dx ആണ്. അപ്പോൾ അവിടെ എക്സിന്റെ പവർ ഒന്ന് കൂടും, എക്സ് + c എന്ന് വരും. പിന്നെ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് സൈൻ എക്സ് എന്താണ്, കോസ് എക്സ് ആണ്. കോസ് എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്, സൈൻ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രലിൽ വരിക, അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ d/dx ഓഫ് മൈനസ് കോസ് എക്സ്. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ് ആണെന്ന് പറയാം. അത് നേരെ തിരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൈഡിൽ വരിക. ഓക്കെ, ഇങ്ങനെ ടാൻ എക്സ്, കോട്ടെക്സ്, സീക്ക് എക്സ്, കൊസി എക്സ്, ഓക്കെ, ഇങ്ങനെ ഓരോ ട്രിഗണോമെട്രി 6 ഫംഗ്ഷൻസും അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്നുള്ളത്, കോട്ടിൻ്റെ വരുമ്പോൾ cos² ആവും, സീക്കിൻ്റെ സീക്ക് എക്സ് ടാൻ എക്സ് ആവും, കൊസീക്ക് എക്സിൻ്റെ മൈനസ് കൊസി എക്സ് കോട്ടെക്സ് ആണ്, അല്ലെങ്കിൽ മൈനസ് കൊസീക്ക് എക്സ് എഴുതിയിട്ടുണ്ട്, രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ എന്ത് വരും, ഇന്റഗ്രൽ ഓഫ് കൊസീക്ക് എക്സ് കോട്ടെക്സ് വരുമ്പോൾ മൈനസ് കൊസീക്ക് എക്സ് + c എന്ന് വരും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇൻവേഴ്സ് ഫംഗ്ഷന്. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് d/dx ഓഫ് 1/√1 - x² ഈക്വൽ ടു എന്താ വരിക, സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, ഇങ്ങനെ തുടങ്ങി നമ്മൾ ബാക്കിയുള്ള ഓരോ ഫംഗ്ഷൻ്റെയും ഇൻ്റഗ്രൽസ്, ട്രിഗണോമെട്രി ഇൻവേഴ്സിൻ്റെ ഒക്കെ ഇൻ്റഗ്രൽസ് കാര്യങ്ങൾ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് d/dx ഓഫ് e⁻x എന്താ, e⁻x തന്നെയാണ്. അപ്പോൾ തിരിച്ച് ഇൻ്റഗ്രൽ ചെയ്യുമ്പോഴും എന്ത് തന്നെയാണ്, e⁻xൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ e⁻x തന്നെയാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്കറിയാം log xൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1/x ആണ്. അങ്ങനെ ആകുമ്പോൾ 1/xൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക, log x ആണ് വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഇത്രയും ഫോർമുലാസ് നമ്മൾ ബൈഹാർട്ട് ചെയ്ത്, നിർബന്ധമായിട്ട് ബൈഹാർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത പേജ് മുതൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ പ്രോബ്ലംസും ഓരോ ടോപ്പിക്സും നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഒന്നാമത്തെ ടോപ്പിക്ക് യൂസിങ് ഫോർമുലാസ്, സിമ്പിളായിട്ടുള്ള ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ പ്രോബ്ലംസ് എങ്ങനെയൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ടോപ്പിക്സ് ഓരോ കാറ്റഗറീസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ, എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടിയ ക്വസ്റ്റ്യൻ ഞാൻ പഠിച്ച ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ ഡിഫറൻസിയേഷനൊക്കെ ചെയ്യുന്ന പോലെ അതിനപ്പം അവിടെ വെച്ചിട്ട് അങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അത് തെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത്രയും കാറ്റഗറീസ് ബൈഹാർട്ട് ചെയ്യണം. എന്താണ് ഓരോ കാറ്റഗറിയിലും ഏത് മോഡലാണ് ഏത് ഡിസൈനാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം പ്രോബ്ലത്തിൻ്റെ. അപ്പോൾ നമുക്ക് കിട്ടിയ പ്രോബ്ലം ഇതിൽ ഏത് ആളായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം, ഏത് കാറ്റഗറി ആയിട്ട് കമ്പയർ ചെയ്യുക, ഏത് കാറ്റഗറിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ അവിടെ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാറ്റഗറിയാണ് യൂസിങ് ഫോർമുല യൂസ് ചെയ്തിട്ട് ഇത്രയും പ്രോബ്ലംസ് ആണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 10 എക്സസൈസും അതിനനുസരിച്ചുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും മിസലേനിയസ് ക്വസ്റ്റ്യൻസും അടക്കം ഞാൻ പറഞ്ഞു 300ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും എന്താണ് പറയുക, ഒക്കെ ഒന്ന് ഷഫിൾ ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഷഫിൾ ചെയ്തിട്ടാണ് എക്സസൈസും എക്സാമ്പിൾസും മിസലേനിയസും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിനെ ടോട്ടലായിട്ട് ഞാൻ ഓരോ കാറ്റഗറിയിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ സിമ്പിൾ ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ളത്. അതായത് എക്സാമ്പിൾ 1ൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 4, എക്സാമ്പിൾ 2ൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിന്നെ എക്സസൈസ് 7.1ൽ 3, 4, 6, 7, 8, 9, 10, 21. ഇതിൻ്റെ ഇടയിലുള്ള ചില നമ്പേഴ്സൊക്കെ മിസ്സിംഗ് ആണ്. അപ്പോൾ ആ നമ്പേഴ്സ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ അത് വേറെ കാറ്റഗറിയിലുള്ള പ്രോബ്ലം ആണ്. ഓക്കെ, ഇപ്പോൾ ട്രിഗണോമെട്രിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ട്രിഗണോമെട്രിയിൽ നമ്മൾ 3 പറഞ്ഞു അല്ലേ. അപ്പോൾ അതിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രിഗണോമെട്രി ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ
നിങ്ങൾ യൂസിങ് ഫോർമുലാസ് എന്നുള്ള കാറ്റഗറിയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ എൻ്റയർ ഇതിൽ കവർ ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മിസലേനിയസ് ഉണ്ട്. നമ്മളെ ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. മിസലേനിയസ് എക്സാമ്പിൾസും ഉണ്ട്, മിസലേനിയസ് എക്സസൈസും ഉണ്ട്. ഓക്കെ, അപ്പോൾ മിസലേനിയസിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ എക്സാമ്പിൾ 3ൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സസൈസ് 1ൽ 1 to 5 ഒക്കെ ഇതിൽ വരുന്ന ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, എക്സാമ്പിൾ 7.3ൽ ഒരു ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി ഇത്രയും വരുന്ന കാറ്റഗറി എഗെയിൻ നമുക്ക് എന്ത് പറയാം, യൂസിങ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിൽ വരുന്ന കാറ്റഗറീസ് ആണ് ഇത്രയും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം.